ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ MBAക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട കുറച്ച് സ്കില്ലുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ UG കഴിഞ്ഞ് അടുത്തൊരു PG എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹൈ സാലറി പൊട്ടൻഷ്യലുള്ള 5 ഡൊമൈൻസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ സാലറി ഗൈഡ് 2024 എന്നുള്ളൊരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ 5-ലധികം ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ എനിക്കതിൽ നിന്ന് നല്ലതെന്ന് തോന്നിയ 5 ഡൊമൈൻസാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡൊമൈനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം, ഇപ്പോൾ നമ്മൾ സ്കില്ലായിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്പെസിഫിക് ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ N നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും. അപ്പോൾ അത് എല്ലാം കൂടി നമ്മളൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡൊമൈനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിൽ 5-മതുള്ളതാണ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിങ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ N നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻ, അതേപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതേപോലെ കെമിക്കൽ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, മെക്കട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. അങ്ങനെ N നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ലിസ്റ്റിൽ 5-മതുള്ളത്. അതേപോലെ 4-മതുള്ളതാണ് മെഡിക്കൽ പ്രൊഫഷൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരുടെ ജീവിതശൈലി മാറി വരുന്നതനുസരിച്ച് പുതിയ പുതിയ രോഗങ്ങളും അതേപോലെ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകളും ഇങ്ങനെ ഓരോ ദിവസവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മെഡിക്കൽ പ്രൊഫഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ വെൽബീയിങ് തുടങ്ങിയ ബസ് വേർഡ്സ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. വളരെ കുറച്ച് കാലമായതേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോപ്പുലറായിട്ട്. നമ്മുടെ ലിസ്റ്റിൽ 3-മതുള്ളതാണ് ഫിനാൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് മെഡിക്കലും എഞ്ചിനീയറിംഗ് ഒന്നും ഇൻട്രസ്റ്റഡ് അല്ല, അതേപോലെ നിങ്ങൾ +2 കൊമേഴ്സ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡൊമൈനാണ് ഫിനാൻസ്. അപ്പോൾ അതിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ N നമ്പർ ഓഫ് സ്പെഷ്യലൈസേഷൻ അതിലും ഉണ്ട്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, ഓഡിറ്റ് ഉണ്ട്, അതേപോലെ സ്റ്റാർട്ടപ്പ് ഫിനാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഡൊമൈനാണ് ഫിനാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ BCom, MCom അല്ലെങ്കിൽ MBA ഫിനാൻസ്, CA, CMA, CFA അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഡൊമൈനാണ് ഫിനാൻസ്. നമ്മുടെ ലിസ്റ്റിൽ 2-മതുള്ളതാണ് IT ആൻഡ് കൺസൾട്ടിങ്. അപ്പം ഈ IT ആൻഡ് കൺസൾട്ടിങ് എന്ന് ഞാൻ പറയുമ്പോൾ അത് ജനറലി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ടേമാണ്. കാരണം അതിൽ ഒരുപാട് ഡൊമൈൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുത്താൽ ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി, അതേപോലെ തന്നെ ബിസിനസ് അനലിസ്റ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്കിൽസ്, അതേപോലെ ഒരുപാട് ജോബ് പ്രൊഫൈൽസ് വരുന്നൊരു ഡൊമൈനാണ് IT ആൻഡ് കൺസൾട്ടിങ്. അപ്പം അതിലോട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ IT ആൻഡ് കൺസൾട്ടിങ് എടുക്കുമ്പോൾ അതിൽ പ്രോഗ്രാമിംഗ് അറിയാവുന്നവർ മാത്രമല്ല, എസ്പെഷ്യലി കൺസൾട്ടിങ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റ് ടീം കാണും, നമ്മൾ ക്ലയൻസിനെ ആയിരിക്കും ഫേസ് ചെയ്യുക. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരിക്കും മെയിൻലി ഈ ബിസിനസ് അനലിസ്റ്റിലെ റോളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു പ്രൈമറി ജോബ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് IT. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല എന്ന് പറഞ്ഞ് IT-യിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രോഗ്രാമിംഗ് അറിയണോ വേണ്ടോ എന്നുള്ളത് എഗെയിൻ ഓരോ ജോബ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ 1-മതുള്ളതാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന് 1-ാം റാങ്ക് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും ആ ഇൻഡസ്ട്രിയുടെ ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സ്, സർവീസസ് സെല്ല് ചെയ്യണം. അപ്പം അതേപോലെ നമുക്ക് റവന്യൂ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ നല്ല ഏത് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അത് കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കും. നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യൽ ആദ്യത്തെ കുറേ വർഷത്തേക്ക് അത് ലോസിലാണ് എങ്കിലും എൻഡ് ഓഫ് ദ ഡേ സ്റ്റാർട്ടപ്പും പതിയെ പ്രോഫിറ്റിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എസ്പെഷ്യലി ആളുകളുടെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യാനോ, ആളുകളെ ഒബ്സർവ് ചെയ്യാനോ, നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്യാനൊക്കെ ഒരു നാച്ചുറലായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബേസ് സാലറി കാണും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ സെല്ല് ചെയ്യുന്ന പ്രൊഡക്ട്സിന്, സർവീസസിനൊക്കെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു നല്ല കമ്പനിയിലാണ് കയറുന്നതെങ്കിൽ ഇത് നല്ലൊരു സാലറി പൊട്ടൻഷ്യൽ ഉള്ളൊരു ഡൊമൈനാണ്. അപ്പം ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 5 ഡൊമൈനെ പറ്റി പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ 5 ഡൊമൈൻ ആണോ ഹൈലി പേയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ദെയർ ആർ മെനി മോർ. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, അതേപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് അങ്ങനെയുള്ള ജോബ്സ് ഉണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻസ് ഉണ്ട്, HR ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഷെഫ് ആ ഏരിയാസിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ബേസിക്കലി ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഏരിയാസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു ട്രയൽ ആൻഡ് എറർ നടത്തി നോക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസിലും IT-യിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ആ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളുകളോടൊന്ന് കണക്ട് ചെയ്ത് സംസാരിച്ച് നോക്കാം. അതേപോലെ ചെറിയ 1-2 മാസത്തെ ഒരു ഇൻറ്റേൺഷിപ്പ് ഏതെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫേംസിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത്
ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റൊരു കാര്യം ഉള്ളത്, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലായിക്കോട്ടെ ഗൂഗിളിലായിക്കോട്ടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി പേയിങ് ജോബ്സ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഒന്നാമത്തേതാണ് ഡാറ്റ സയൻറ്റിസ്റ്റ്. അതെ, ഡാറ്റ സയൻറ്റിസ്റ്റിന് ഹൈലി പെയ്ഡ് ആണ്. പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 സ്റ്റുഡൻസ് ഡാറ്റ സയൻസ് ഒക്കെ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേർക്ക് ഈ ഹൈലി പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇത് ഏത് ഇൻഡസ്ട്രി എടുത്താലും എല്ലാ ഇൻഡസ്ട്രിയും ഹൈലി പെയ്ഡ് തന്നെയാണ്. only if you are adding a significant value to that company. അവർ നിങ്ങൾ ആരെയാണോ സെർവ് ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, ഗ്രാഫിക് ഡിസൈനിങ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, നിങ്ങൾ ഒരു സിഗ്നിഫിക്കൻ്റ് വാല്യൂ ആഡ് ചെയ്യാൻ കേപ്പബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഹൈ പേയ്മെൻറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിപ്പോൾ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു സാലറി പൊട്ടൻഷ്യൽ ഇല്ലല്ലോ എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ബെസ്റ്റ് ആവുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മികച്ച് നിൽക്കുന്ന കോളേജസ് എവിടെയാണോ അവിടെ പോയി പഠിക്കാനുള്ള ശ്രമം നടത്തുക. അതേപോലെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യുക. ആ ഇൻഡസ്ട്രിയിൽ വേണ്ടുന്ന എസെൻഷ്യൽ സ്കിൽസ് എന്താണെന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കിട്ടിയാൽ അത് ബോണസായിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് ഇൻഡസ്ട്രിയിൽ നടക്കുന്നതും ക്ലാസ് റൂംസിൽ നടക്കുന്നതും തമ്മിൽ വളരെയധികം ഗ്യാപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ സൈഡ് പ്രോജക്ട്സ് ചെയ്യുക, ഇൻറ്റേൺഷിപ്സ് ചെയ്യുക. ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ ആരെങ്കിലും നിങ്ങൾക്ക് മെൻറ്റേഴ്സായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് ഒരു ലെവലിൽ എത്തി കഴിയുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഒരു ഹൈലി പേയിങ് ആയിട്ടുള്ളൊരു ലെവലിലോട്ട് നിങ്ങൾ എത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് വീഡിയോസ് കണ്ട് ചാടി പുറപ്പെടുന്നതിന് മുമ്പേ ജസ്റ്റ് നിങ്ങളെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ളത് ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിലൊരു ഹൈലി പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുക എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. സോ വിത്ത് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് യു വിൽ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി പുതുതായിട്ടുള്ള ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.